എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രാജീവ്. ആർട്ട് ആൻഡ് ഡെന്റൽ സ്റ്റഡീസിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. പല്ലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോസുകളിലെല്ലാം തന്നെ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും എല്ലാ കണ്ടീഷനുകളിലും നമുക്ക് നമ്മുടെ പല്ലുകളെ സംരക്ഷിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഒരുപാട് കേടുവന്ന് നശിച്ചുപോയ പല്ലുകളോ ആട്ടം വെച്ച പല്ലുകളോ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോയ പല്ലുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവയെ എടുത്ത് കളഞ്ഞ ശേഷം തൽസ്ഥാനത്ത് നമ്മൾ വെപ്പ് പല്ലുകൾ വെച്ച് പിടിപ്പിക്കേണ്ടതായി വരും. നമ്മൾ അങ്ങനെ വെച്ച് പിടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ കൂടുതൽ കേടുകൾ ഉണ്ടാകാനും മോണരോഗം ഉണ്ടാകാനും അതിനോടൊപ്പം തന്നെ ചൂയിങ് എഫിഷ്യൻസി കുറയുന്നതിനും ജോയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മൾ അവിടെ വെപ്പ് പല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നത്. നമ്മൾ വെപ്പ് പല്ലുകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് 3 ഓപ്ഷനുകളാണ് വരുന്നത്. ഒന്ന്, ഇളക്കി മാറ്റാൻ പറ്റുന്ന പ്ലേറ്റുകൾ പോലെയുള്ള ടൈപ്പിലുള്ളത് ചെയ്തു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 പല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഡെന്റൽ ബ്രിഡ്ജസ് അല്ലെങ്കിൽ ഡെന്റൽ ക്രൗണുകൾ ചെയ്തു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കുന്ന ഡെന്റൽ ഇംപ്ലാന്റുകൾ ചെയ്തു വെക്കുക. ഓസിയോ ഇൻ്റഗ്രേഷൻ എന്നൊരു ബയോളജിക്കൽ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാണ് ഡെന്റൽ ഇംപ്ലാന്റുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. ഓസിയോ ഇൻ്റഗ്രേഷൻ വഴി നമ്മൾ വെക്കുന്ന സ്ക്രൂ നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു പാർട്ടായിട്ട് മാറുകയും അത് നമ്മുടെ ഒരു നാച്ചുറൽ റൂട്ട് പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ സ്ക്രൂ ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ടൈറ്റാനിയം മെറ്റീരിയലാണ്. ടൈറ്റാനിയം മെറ്റീരിയൽ വളരെ ബയോ കോമ്പാക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു പാർട്ടായിട്ട് ഇവ ആക്ട് ചെയ്യുകയും ഇതിന് പുറത്ത് വെക്കുന്ന പല്ല് നമ്മുടെ ഒറിജിനൽ പല്ലിനെ മിമിക് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡെന്റൽ ഇംപ്ലാന്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് ഒന്നിൽ കൂടുതലോ പല്ലുകളെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായി സാധിക്കും. അതുവഴി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫംഗ്ഷനെയും അതുപോലെ തന്നെ നമ്മുടെ രൂപഭംഗിയെയും നമുക്ക് സംരക്ഷിക്കാനായി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ മൊത്തത്തിലുള്ള പല്ല് സെറ്റുകൾ ഇളക്കി മാറ്റുന്ന തരത്തിലുള്ളവയാണ് നമ്മൾ ചെയ്തു വയ്ക്കുക. നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റുകൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കൂടുതൽ ഉറപ്പും സ്ഥിരതയുമുള്ള ഡെന്റൽ പല്ല് സെറ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെന്റൽ ബ്രിഡ്ജസ് ചെയ്യുമ്പോഴും നമുക്ക് പുറകോട്ട് പല്ലുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഡെന്റൽ ഇംപ്ലാന്റുകൾ സ്ഥാപിച്ചതുകൊണ്ട് നമുക്ക് പുറകിലേക്ക് ഉറപ്പിച്ചു വയ്ക്കുന്ന പല്ലുകൾ വയ്ക്കുന്ന ഡെന്റൽ ബ്രിഡ്ജസുകൾ നമുക്ക് ചെയ്യാനായി സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് മുൻപിലുള്ള പല്ലുകളെ കേടാക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മുൻപിൽ നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് 2 ഡെന്റൽ ഇംപ്ലാന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബ്രിഡ്ജസുകൾ നമുക്ക് ചെയ്യാനായി സാധിക്കും. ഡെന്റൽ ഇംപ്ലാന്റുകൾ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പല്ലുകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, പല്ല് കമ്പിയിടുന്ന ഓർത്തഡോണ്ടിക് ചികിത്സാ രീതിയിലും ചിലപ്പോൾ നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റുകളെ ഉപയോഗിക്കാറുണ്ട്. ഇതുവഴി നമുക്ക് പല്ലുകളുടെ കറക്ഷൻ മാത്രമല്ല എല്ലുകളുടെ കറക്ഷൻ വരെ നമുക്ക് ചെയ്യാനായി സാധിക്കും. ഡെന്റൽ ഇംപ്ലാന്റുകൾ നമ്മൾ സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് പേഷ്യൻറ്റിൻ്റെ ഒരു ജനറൽ അസസ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പേഷ്യൻറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ, ആ ഏരിയയിലുള്ള ബോണിൻ്റെ അസസ്മെൻറ്റ്, അതിനോടൊപ്പം തന്നെ പേഷ്യൻ്റെ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ് എല്ലാം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതിലത്തേക്കായി നമ്മൾ ചിലപ്പോൾ ഡെന്റൽ എക്സ്റേസും OPG, CBCT പോലെയുള്ള നൂതനമായിട്ടുള്ള എക്സ്റേ രീതികളും ചിലപ്പം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ബോൺ അസസ്മെന്റ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ബോൺ ഗ്രാഫ്റ്റുകൾ പ്ലേസ് ചെയ്യേണ്ടുന്നതായിട്ടും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റുകൾ പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ലോക്കൽ അനസ്തേഷ്യയിലാണ് നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റിനെ പ്ലേസ് ചെയ്യുക. ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യേണ്ടുന്ന ലൊക്കേഷൻ പ്രിപ്പയർ ചെയ്ത ശേഷം അവിടുത്തെ മോണയെ റിഫ്ലക്റ്റ് ചെയ്ത് എല്ലിനെ എക്സ്പോസ് ചെയ്യുന്നു. എക്സ്പോസ് ചെയ്യുന്ന എല്ലിലേക്ക് നമ്മൾ ഇംപ്ലാന്റിനെ ഡ്രില്ല് ചെയ്ത് വെക്കുന്നു. പ്രോപ്പർ ആംഗുലേഷൻ നോക്കിയാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുക. ഇതേ ദിവസം തന്നെയുള്ള അപ്പോയിൻമെൻറ്റിൽ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത ശേഷം അതിന് പുറത്ത് ഒരു ഹീലിംഗ് ക്യാപ്പ് വെച്ച ശേഷം മോണയെ പഴയ സ്ഥാനത്തേക്ക് നമ്മൾ തിരിച്ച് സ്യൂച്ചർ ചെയ്ത് വയ്ക്കുന്നു. ഇംപ്ലാന്റിനെ ഹോൾഡ് ചെയ്യാനുള്ള എല്ലിൻ്റെ കുറവുണ്ടെങ്കിൽ ബോൺ ഗ്രാഫ്റ്റ് കൂടി ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതായി വരുന്നു. ഇതിനുശേഷം 2 to 6 months വരെ നീളുന്ന ഹീലിംഗ് പീരീഡാണ്. ഈ സമയത്താണ് ഓസ്റ്റിയോ ഇൻ്റഗ്രേഷൻ വഴി ഇംപ്ലാന്റ് ബോണിലേക്ക് പിടിക്കുന്നത്. നല്ല ബോൺ സപ്പോർട്ടുള്ള ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ലോഡിംഗ് വഴി ഉടൻ തന്നെ നമുക്ക് ഈ ഇംപ്ലാന്റിന് പുറത്ത് പല്ല് വെക്കാനും സാധിക്കും. ഈ ഒരു ഹീലിംഗ് പീരീഡ് സമയത്ത് ടെമ്പററി ആയി പല്ല് വെച്ച് കൊടുത്ത് ഡെന്റൽ ഇംപ്ലാന്റ് വെച്ച സ്ഥലത്തെ സംരക്ഷിക്കാനും സാധിക്കും. ഹീലിംഗ് പീരീഡ് കഴിയുമ്പോൾ ഹീലിംഗ് ക്യാപ്പ് റിമൂവ് ചെയ്ത ശേഷം പല്ല് വെച്ച് പിടിപ്പിക്കേണ്ടുന്ന അബഡ്മെൻറ്റ് പ്ലേസ് ചെയ്ത് അതിൻ്റെ അളവെടുത്ത് ലാബിലേക്ക് അയച്ച് പെർമനൻ്റായി ഫിക്സ് ചെയ്യേണ്ടുന്ന ക്രൗൺ പോർഷൻ നിർമ്മിക്കുന്നു. ഒരു സാധാരണ നോർമൽ പല്ലിനെ പോലെ തന്നെ ഡെന്റൽ ഇംപ്ലാന്റിന് പ്രവർത്തിക്കാനായി സാധിക്കുന്നുണ്ട്. എല്ലാ പല്ലുകളെ പോലെ തന്നെ ഡെന്റൽ ഇംപ്ലാന്റുകൾക്കും മെയിൻ്റനൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആഹാരം ഇരുന്ന് മോണരോഗം ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ ഡെന്റൽ ഇംപ്ലാന്റുകളിൽ പെരി ഇംപ്ലാന്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് ഡെന്റൽ ഇംപ്ലാന്റിന് വളരെ അത്യാവശ്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പല്ല് നഷ്ടപ്പെട്ടവർക്ക് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദന്ത ചികിത്സാ രീതിയാണ് ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റും ഡെന്റൽ ബ്രിഡ്ജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഡെന്റൽ ബ്രിഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുൻപിലെയും പുറകിലെയും ഉള്ള പല്ലുകളെ രാഗി ചെറുതാക്കിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാനായി സാധിക്കുന്നത്. ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുൻപിലും പുറകിലും ഇരിക്കുന്ന നല്ല പല്ലുകളെ നമുക്ക് കേടാക്കാതെ തന്നെ നമുക്ക് പല്ലുകൾ വെച്ച് കൊടുക്കാനായി സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ഏതിനെയും കാട്ടി മുന്നിട്ട് നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായി സാധിക്കും.